സതിയുടെ മരണശേഷം ശിവൻ അഗാധമായ ധ്യാനത്തിലേക്ക് പോയി. ലോകത്തിന്റെ സംരക്ഷകനായ ശിവൻ സമാധിയിൽ ആയതോടെ ദേവന്മാർ ഭീതിയിലായി. അപ്പോൾ താരകാസുരൻ എന്ന മഹാശക്തിശാലിയായ അസുരൻ ലോകത്തെ ഭരിക്കാൻ തുടങ്ങി. ബ്രഹ്മദേവനിൽ നിന്നു കിട്ടിയ വരപ്രകാരം അവനെ തോൽപ്പിക്കാൻ കഴിയുന്നത് ശിവന്റെ പുത്രനാണ് എന്നത് എല്ലാവർക്കും അറിയാമായിരുന്നു. ശിവൻ അതീവ ധ്യാനത്തിലായിരുന്നതിനാൽ വിവാഹം കഴിക്കാനും പിതാവാകാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ശിവനെ സ്നേഹിച്ചിരുന്ന പാർവതിദേവി ശിവനെ ലഭിക്കാൻ ധ്യാനത്തോട് ചേർന്ന് വിശുദ്ധമായ ജീവിതം നയിക്കാനും തുടങ്ങി. എന്നാൽ ശിവന്റെ ധ്യാനം ഭംഗപ്പെടുത്താൻ കാമദേവനെ ദേവതകൾ നിയോഗിച്ചു. കാമദേവൻ തന്റെ അസ്ത്രമായ പുഷ്പബാണം ഉപയോഗിച്ച് ശിവന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു. ധ്യാനത്തിൽ ഇരിക്കുന്ന ശിവന്റെ ഹൃദയത്തിൽ കാമം ജനിപ്പിക്കാൻ കാമദേവൻ അമ്പ് ശിവനു നേരെ അയച്ചു. കണ്ണു തുറന്ന ശിവൻ തന്റെ ധ്യാനം മുടക്കിയത് ആരാണെന്ന് മനസ്സിലാക്കി ക്രോധഭരിതനായി. തന്റെ മൂന്നാമത്തെ കണ്ണ് തുറന്നു കാമദേവനെ ഭസ്മമാക്കി. ഇതുകണ്ട കാമദേവന്റെ ഭാര്യ രതീദേവി ദുഃഖത്തിൽ ആറപ്പെട്ടു. അവർ ശിവനോട് കാമദേവന് വീണ്ടും ജീവൻ നൽകാമോ എന്ന് അപേക്ഷിച്ചു. ശിവൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, കാമദേവൻ ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ പുനർജനിക്കും. അങ്ങനെ പുരുഷന്മാരിൽ കാമമായും സ്ത്രീകളിൽ രതി ആയും കാമദേവനും രതിദേവിയും പുനർജനിച്ചു.